ഗ്യാസ് സിലിണ്ടർ തീരാറായോ? അടുത്തത് ബുക്ക് ചെയ്യാൻ ശ്രമിച്ചാലോ? ഇനി കുറച്ചു ദിവസം കാത്തിരിക്കണം എന്ന മറുപടി കിട്ടിയാൽ എന്ത് ചെയ്യും? വീട്ടിൽ പാചകം ചെയ്യാൻ ഗ്യാസ് ഇല്ല, പുറത്തുപോയി ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചാലോ? അടുത്തുള്ള ഹോട്ടലുകളും തുറന്നിട്ടില്ല. കേൾക്കുമ്പോൾ അല്പം അതിശയോക്തിയായി തോന്നുന്നുണ്ടാവാം അല്ലേ? പക്ഷേ ലോകത്തിന്റെ മറ്റൊരു കോണിൽ നടക്കുന്ന യുദ്ധം കേരളത്തിലെ സാധാരണക്കാരുടെ അടുക്കളകളിലേക്കും പതുക്കെ എത്തിച്ചേരുന്ന സാഹചര്യമാണിപ്പോൾ രൂപപ്പെടുന്നത്. നമ്മൾ പലപ്പോഴും വാർത്തകളിൽ കേൾക്കുന്ന ഒരു സ്ഥലമാണ് പശ്ചിമേഷ്യ, ഇസ്രായേൽ, ഇറാൻ, ഗൾഫ് രാജ്യങ്ങൾ. ഇവയെല്ലാം നമുക്ക് വളരെ ദൂരെയായിട്ടുള്ള സ്ഥലങ്ങളായി തോന്നും. എന്നാൽ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ അടുക്കളകളുമായി ആ പ്രദേശങ്ങൾക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. കാരണം നമ്മൾ ദിവസേന പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിന് പിന്നിൽ തന്നെ ആ പ്രദേശങ്ങളിലെ ഊർജ രാശിയും ഒളിഞ്ഞിരിക്കുന്നു. ഇതിന്റെ കേന്ദ്രത്തിൽ ഒരു ചെറിയ കടൽപാതയാണ്. ലോക ഭൂപടത്തിൽ നോക്കിയാൽ വളരെ ചെറുതായി തോന്നുന്ന ഒരു ഇടുങ്ങിയ കടൽപാത ഹോർമസ് കടലിടുക്ക്. ഇറാനും ഒമാനും തമ്മിലുള്ള ഈ കടൽപാത വെറും 39 കിലോമീറ്റർ വീതിയുള്ളതാണ്. എന്നാൽ അതിന്റെ പ്രാധാന്യം അത്രയും വലുതാണ്. ലോകത്തിലെ എണ്ണ കപ്പലുകളുടെ ഏകദേശം 1/5 ദിവസേന ഈ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. സൗദി അറേബ്യ, ഖത്തർ, UAE, കുവൈറ്റ് തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയും പ്രകൃതിവാതകവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രധാന പാതയാണത്. ഇന്ത്യയുടെ കാര്യത്തിൽ ഈ കടൽപാത അത്യന്തം നിർണായകമാണ്. കാരണം ഇന്ത്യയുടെ LPG ആവശ്യകതയുടെ വലിയൊരു ഭാഗം ഇറക്കുമതിയിലൂടെയാണ് നിറവേറ്റുന്നത്. ഏകദേശം 60 മുതൽ 65% വരെ പാചകവാതകം ഇന്ത്യ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുകയാണ്. അതിൽ ഭൂരിഭാഗവും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. ഈ ഗ്യാസ് കപ്പലുകൾ ഇന്ത്യയിലേക്ക് എത്തുന്നത് പ്രധാനമായും ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. അതിനാൽ അവിടെ യുദ്ധമോ സുരക്ഷാ ഭീഷണിയോ ഉണ്ടാകുമ്പോൾ അതിന്റെ പ്രത്യാഘാതം പതുക്കെ ഇന്ത്യയുടെ അടുക്കളകളിലേക്കും എത്തും. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം ശക്തമാവുകയാണ്. ഈ സംഘർഷം കാരണം ഹോർമുസ് കടലിടുക്കിൽ സുരക്ഷാ ആശങ്ക ഉയർന്നിരിക്കുകയാണ്. ചില കപ്പലുകൾക്ക് യാത്ര തുടരാൻ ബുദ്ധിമുട്ട് നേരിടുന്നു. കപ്പലുകളുടെ ഇൻഷുറൻസ് ചെലവ് പല മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. ചില കപ്പലുകൾക്ക് വഴിമാറി ദൂരെയുള്ള പാതകൾ തിരഞ്ഞെടുക്കേണ്ടി വരുന്നു. ഇതെല്ലാം ചേർന്നാൽ ഒടുവിൽ സംഭവിക്കുന്നത് എന്താണെന്നാൽ ഗ്യാസ് ഇന്ത്യയിലെത്തുന്ന വേഗത കുറയുന്നു. ഇതിന്റെ ആഘാതം ആദ്യം ദേശീയ തലത്തിൽ കാണാം, പിന്നെ അത് സംസ്ഥാനങ്ങളിലേക്ക് എത്തും. ഒടുവിൽ അതിന്റെ ആഘാതം ഏറ്റവും ശക്തമായി അനുഭവപ്പെടുന്നത് സാധാരണക്കാരുടെ ജീവിതത്തിലാണ്. കേരളത്തിന്റെ സാഹചര്യത്തിലേക്ക് നോക്കിയാൽ ഈ പ്രശ്നം കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കും. സംസ്ഥാനത്ത് ഗ്യാസ് വിതരണം ചെയ്യുന്ന പ്രധാന കേന്ദ്രങ്ങൾ കൊച്ചിയിലെ അമ്പലമുകൾ BPCL, ഉദയംപേരൂരിലെ IOC ബോട്ട്ലിംഗ് പ്ലാന്റ്, ഇരുമ്പനത്തെ HPCL കേന്ദ്രം എന്നിവയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കപ്പലുകളിൽ എത്തുന്ന LPG ഇവിടെ സംഭരിച്ച് പിന്നീട് സിലിണ്ടറുകളിലേക്ക് നിറച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലേക്ക് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇറക്കുമതി കുറയുമ്പോൾ ആദ്യം സമ്മർദ്ദം അനുഭവപ്പെടുന്നത് ഈ പ്ലാന്റുകളിലാണ്. ഗ്യാസ് എത്തുന്ന അളവ് കുറയുമ്പോൾ ഇവിടെയുള്ള സിലിണ്ടർ നിറയ്ക്കൽ പ്രവർത്തനം കുറയ്ക്കേണ്ടി വരും. അങ്ങനെ സംഭവിക്കുമ്പോൾ ആദ്യം ബാധിക്കപ്പെടുന്നത് വാണിജ്യ സിലിണ്ടറുകളാണ്. അതായത് ഹോട്ടലുകളും ഭക്ഷണശാലകളും നൽകുന്ന വലിയ സിലിണ്ടറുകൾ. ഇതിന്റെ ആഘാതം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് കേരളത്തിലെ ഹോട്ടൽ മേഖലയിലാണ്. കാരണം നമ്മുടെ സംസ്ഥാനത്ത് വലിയൊരു വിഭാഗം ആളുകൾ ദിവസേന ഹോട്ടലുകളെയാണ് ആശ്രയിക്കുന്നത്. പ്രത്യേകിച്ച് നഗരങ്ങളിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ, ബാച്ചിലർമാർ, IT മേഖലയിലുള്ളവർ, ഒറ്റയ്ക്ക് താമസിക്കുന്ന തൊഴിലാളികൾ. ഇവരിൽ പലർക്കും വീട്ടിൽ പാചകം ചെയ്യാനുള്ള സൗകര്യം പോലുമില്ല. അവർ ദിവസേന ഭക്ഷണം കഴിക്കുന്നത് ചെറിയ ഹോട്ടലുകളിലും മെസ്സുകളിലുമാണ്. ഒരു ചെറിയ ഹോട്ടലിന് പോലും ദിവസേന നിരവധി സിലിണ്ടറുകൾ ആവശ്യമാണ്. രാവിലെ ചായയും പ്രഭാത ഭക്ഷണവും, ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണവും, വൈകുന്നേരം സ്നാക്സും, രാത്രി ഭക്ഷണവും, ഇതെല്ലാം തയ്യാറാക്കാൻ വലിയ അളവിൽ ഗ്യാസ് വേണം. സിലിണ്ടർ ലഭിക്കാതെ വന്നാൽ ആദ്യം അവർ വിഭവങ്ങൾ ഒഴിവാക്കും, പിന്നീട് മെനു കുറയ്ക്കും. ഒടുവിൽ ചില ദിവസങ്ങൾക്ക് ശേഷം കട തന്നെ അടയ്ക്കേണ്ട സാഹചര്യം വരും. ഹോട്ടലുകൾ അടഞ്ഞാൽ അതിന്റെ ആഘാതം അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും ഉണ്ടാകും. കേരളത്തിലെ ചെറിയ ഹോട്ടലുകളിൽ ആയിരക്കണക്കിന് ആളുകളാണ് ജോലി ചെയ്യുന്നത്. ഇവരിൽ പലരും ദിവസവേതനക്കാരാണ്. ഹോട്ടൽ അടഞ്ഞാൽ അവരുടെ വരുമാനം തന്നെ നിൽക്കും. ഇത് ഇവിടെ മാത്രം നിൽക്കില്ല. ഗ്യാസ് ക്ഷാമം ഉണ്ടാകുമ്പോൾ നഗരങ്ങളിലെ LPG ഉപയോഗിക്കുന്ന ഓട്ടോറിക്ഷകളും പ്രശ്നം നേരിടും. ഇന്ധനം ലഭിക്കാൻ മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട സാഹചര്യവും ഉണ്ടാകും. ഇത് യാത്രക്കാരെയും ചരക്ക് ഗതാഗതത്തെയും ബാധിക്കും. അലക്കശാലകൾക്കും വലിയ പ്രശ്നമാകും. പല ലോണ്ടറികളും വസ്ത്രങ്ങൾ ഉണക്കാൻ വലിയ ഗ്യാസ് ഡയറുകളാണ് ഉപയോഗിക്കുന്നത്. സിലിണ്ടർ ലഭിക്കാതെ വന്നാൽ അവരുടെ ജോലി തന്നെ തടസ്സപ്പെടും. ചെറിയ ബേക്കറികൾക്കും ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾക്കും ഇതിന്റെ ആഘാതം ഉണ്ടാകും. ഇതിന്റെ ഏറ്റവും അടുത്ത ഘട്ടം വിലക്കയറ്റമാണ്. ഗ്യാസ് ലഭ്യത കുറയുമ്പോൾ ഹോട്ടലുകളുടെ പ്രവർത്തന ചെലവ് കൂടും, ഗതാഗത ചെലവും ഉയരും.
ഈ ചെലവുകൾ ഒടുവിൽ ഭക്ഷണത്തിന്റെ വിലയിൽ പ്രതിഫലിക്കും. ഒരു ചായയുടെ വില മുതൽ ഒരു സാധാരണ ഭക്ഷണം വരെ പതുക്കെ ഉയരാൻ തുടങ്ങും. അതിനോടൊപ്പം തന്നെ പച്ചക്കറികളും മറ്റ് നിത്യോപയോഗ സാധനങ്ങളും വില കൂടാൻ തുടങ്ങും. ഈ സാഹചര്യം നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഗ്യാസ് പൂഴ്ത്തിവെക്കൽ തടയാൻ LPG അവശ്യവസ്തു നിയമനത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഗാർഹിക സിലിണ്ടർ ബുക്ക് ചെയ്യുന്നതിനുള്ള കുറഞ്ഞ ഇടവേള 21 ദിവസത്തിൽ നിന്ന് 25 ദിവസമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ ഒരാൾ അധികമായ സിലിണ്ടറുകൾ ശേഖരിക്കുന്നത് തടയാനും എല്ലാവർക്കും കുറഞ്ഞത് ഒരു സിലിണ്ടറെങ്കിലും ലഭ്യമാക്കാൻ ശ്രമിക്കുകയാണ്. ഇത്തരം സാഹചര്യത്തിൽ സാധാരണക്കാർ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ചെയ്യേണ്ടത് പരിഭ്രാന്തരാകാതിരിക്കുക എന്നതാണ്. ഗ്യാസ് ക്ഷാമം ഉണ്ടാകുമെന്ന ഭയത്തിൽ അധികമായി സിലിണ്ടറുകൾ വാങ്ങാൻ ശ്രമിക്കരുത്. ആവശ്യത്തിന് മാത്രം ബുക്ക് ചെയ്യുക. വീട്ടിൽ പാചകം ചെയ്യുമ്പോൾ ഗ്യാസ് ഉപയോഗം കുറയ്ക്കാനുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പാത്രം മൂടി വെച്ച് പാചകം ചെയ്യുക. തീ അനാവശ്യമായി കത്തിക്കാതിരിക്കുക. ഒരേ സമയം ഒന്നിലധികം വിഭവങ്ങൾ തയ്യാറാക്കുക. ഇതെല്ലാം ഗ്യാസ് ലാഭിക്കാൻ സഹായിക്കും. ചില കുടുംബങ്ങൾ ഇതിനോടകം തന്നെ പകരമായ മാർഗങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇൻഡക്ഷൻ സ്റ്റൗ, ഇലക്ട്രിക് കുക്കർ പോലുള്ള ഉപകരണങ്ങൾ അടിയന്തര സാഹചര്യങ്ങളിൽ സഹായകരമാണ്. വൈദ്യുതി ലഭ്യത സ്ഥിരമായ സ്ഥലങ്ങളിൽ ഇത്തരം ഉപകരണങ്ങൾ ഒരു ബാക്കപ്പായി ഉപയോഗിക്കാം. ഇതോടൊപ്പം മറ്റൊരു കാര്യവും ശ്രദ്ധിക്കണം. ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ പല വ്യാജ വാർത്തകളും പ്രചരിക്കാൻ സാധ്യതയുണ്ട്. ഗ്യാസ് ഇനി കിട്ടാനില്ല, എല്ലാ ഹോട്ടലുകളും ഉടൻ അടയ്ക്കും എന്നിങ്ങനെ പല വാർത്തകളും കാണാം. ഇവയിൽ പലതും അതിശോക്തിയായിരിക്കാം, പേടിപ്പിക്കാനായിരിക്കാം. അതിനാൽ ഔദ്യോഗിക അറിയിപ്പുകളും വിശ്വസനീയമായ വാർത്താ സ്രോതസ്സുകളും മാത്രം ശ്രദ്ധിക്കുക. ഇന്ന് ലോകം ഒരു ആഗോള ഗ്രാമമായി മാറിയിരിക്കുകയാണ്. ലോകത്തിന്റെ ഒരു ഭാഗത്ത് നടക്കുന്ന ഒരു യുദ്ധം പോലും കേരളത്തിലെ ഒരു സാധാരണക്കാരൻ കുടുംബത്തിന്റെ അടുക്കളയെ ബാധിക്കാൻ കഴിയുന്ന കാലമാണിത്. അതിനാൽ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ ഭയപ്പെടേണ്ടതില്ല. പക്ഷേ അതിന്റെ പശ്ചാത്തലവും പ്രത്യാഘാതങ്ങളും മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. കാരണം ചിലപ്പോൾ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഒരു കടൽപാതയിൽ ഉണ്ടാകുന്ന ചെറിയൊരു പ്രശ്നം പോലും നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ തീ കത്തുന്നുണ്ടോ എന്ന ചോദ്യമായി മാറുന്ന കാലത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്.